അല്ല, ജോക്കുട്ടിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നീ ചെയ്തത് മര്യാദയാണെന്നാണോ നിന്റെ വിചാരം? ആണാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തിയുടെ തോളെ തൂങ്ങി നടക്കുന്നത് കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേർക്ക് ചേർന്ന പണിയാണോ ഓടി? എന്നതാടി, നിന്നെ മുന്നാട്ടം മുട്ടിപ്പോയോ? അമ്മച്ചി, ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും വന്നതല്ല. എനിക്ക് ഡേയ്സേന്റെ കണ്ണയുടെ കാര്യമുണ്ട്. കണ്ടിട്ട് ഞാനങ്ങ് പൊക്കോളാം. അല്ലേലും നീ ഇവിടെ പുറത്തേക്ക് വന്നതല്ലാന്ന് എനിക്ക് മനസ്സിലായി. കണ്ടിട്ട് പോവാൻ എന്നതാടി? അവളിവിടെ കാഴ്ച ബംഗ്ലാവിൽ കിടക്കുവാന്നോ? എടി വച്ചേ, അവിടെ നിന്നേ. അതെ, ഡേയ്സമ്മയ്ക്ക് നല്ല സുഖമില്ലാതിരിക്കുവാ. എന്നതാ അസുഖമെന്ന് ചോദിച്ചാ അവളുടെ ദണ്ണം മനസ്സിനാ. നീ വന്നതേ പുതിയ വല്ല കുരുക്കും കൊണ്ടാണെങ്കിലേ അതവളുടെ കഴുത്തെ കുരുക്കിയിട്ട് പോവരുത്. ആ ഒരു മഹാപാപം കൂടെ തലയിലോട്ട് കയറ്റി വെക്കരുത്. ആന്റി, അയ്യോ ആന്റി, വയങ്കി കിടന്നോളൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇരിക്ക. ആന്റി എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? നിന്നെ പ്രതീക്ഷിച്ചിരുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു മാളു. പക്ഷെ അന്നൊന്നും നീ വന്നതേയില്ല. ആന്റിക്ക് എന്താ സുഖമില്ലേ? അമ്മച്ചി പറഞ്ഞല്ലോ വയ്യാതിരിക്കുകയാണെന്ന്. അങ്ങനെ കാര്യമായിട്ട് അസുഖമൊന്നുമില്ല. മനസ്സിന്റെ ക്ഷീണം ശരീരത്തിനെ കൂടെ ബാധിക്കുന്നേ ഉള്ളൂ. എന്താ നീ വന്നത്? വിശേഷിച്ചെന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ആന്റി ഒന്ന് കാണണം തോന്നി. അന്ന് ഇവിടുന്ന് നീ പോയപ്പോ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നു, നമുക്ക് രണ്ടുപേർക്കും ഒരേ ലക്ഷ്യമാണെന്ന്. പക്ഷേ പിന്നീട് നിന്റെ പ്രവർത്തികളിലൊന്നും അതായിരുന്നില്ല ഞാൻ കണ്ടത്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ മാളു, നീ ജോബിന് ഡിവോഴ്സ് നോട്ടീസ് അയച്ചത് ശരിക്കും നിന്റെ ആഗ്രഹം തന്നെയായിരുന്നോ? ആണെന്നോ അല്ലെന്നോ പറയാൻ നിന്നെ ഞാൻ നിർബന്ധിക്കില്ല. പക്ഷേ നീ അങ്ങനെ ആഗ്രഹിച്ചിരുന്നോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. പറഞ്ഞൊന്ന് മാറ്റി പറയാൻ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല ആന്റി. പക്ഷെ എവിടേക്കോ എന്റെ കണക്കൂട്ടിലും പിഴച്ചുപോയി. ഇപ്പം എന്ത് വേണമെന്നറിയാത്ത ആശയക്കുഴപ്പത്തില്ല ഞാൻ. അതുകൊണ്ടാ ഞാൻ ആന്റിയെ കാണാൻ വന്നതും. ആന്റി പറയേ, ഞാൻ ആന്റി പറയുന്ന പോലെ ചെയ്യാം. നീ ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷെ മാളു, ഇപ്പൊ വല്ലാതെ വൈകിപ്പോയി. കാര്യങ്ങളൊന്നും ഇപ്പൊ എന്റെ കൈപ്പിടിയിൽ ഒതുങ്ങാതെയായി. അതുകൊണ്ട് എന്തു വേണോന്ന് നിന്നെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല കുട്ടി. ഇതുവരെ നിനക്ക് ശരിയെന്ന് തോന്നിയത് നീ ചെയ്തു. ഇനിയും നിനക്കത് തുടർന്ന് ചെയ്യാം. നീ ഇവിടുന്ന് പോകുമ്പോ എന്റെ മോന് മറ്റൊരു സ്ത്രീയുമായി സൗഹൃദമുണ്ടായിരുന്നു എന്നേ എനിക്കറിയാമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ കേൾക്കുന്ന കഥകളൊന്നും അങ്ങനെയല്ല. അത് നീയും അറിഞ്ഞു കാണുമല്ലോ. ഇപ്പോ എന്റെ മകനുമായി സൗഹൃദമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പെൺകുട്ടി ഗർഭിണിയാണെന്ന് പറയുന്നു. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ എന്റെ മകനാണെന്നും അലീന പറയുന്നു. ആ പറച്ചിൽ സത്യമാണോ നുണയാണോന്നൊന്നും എനിക്കറിയില്ല. എന്റെ മകനത് നിഷേധിക്കുന്നുണ്ടെങ്കിലും അവൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നിടത്തോളം കാലം അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അവനുണ്ട്. അത് സത്യമാണെങ്കിൽ എന്റെ മകനിലുള്ള പ്രതീക്ഷയും വിശ്വാസവും എന്നേക്കുമായി എനിക്ക് നഷ്ടമാകും. അവനെ ഒരു നല്ല ഭർത്താവായി നിനക്ക് തിരിച്ചു തരണമെന്നുള്ള എന്റെ ആഗ്രഹം അതോടെ ഇല്ലാതെയാകും. ഇനി അലീന പറയുന്നത് കള്ളമാണെങ്കിലോ? അപ്പോഴും അതിനൊരു തീരുമാനമെടുക്കാൻ എനിക്കായിട്ട് കഴിയില്ല. കാരണം അത് കള്ളമാണെങ്കിൽ കൂടി എന്റെ മകനെ വിശ്വാസത്തിലെടുക്കാൻ നിന്നിലെ പെണ്ണിന് ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോഴും നിന്നോട് എന്റെ മകനെ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടാൻ എനിക്ക് അർഹതയില്ല. അതുകൊണ്ട് ഒന്നിനും വയ്യാത്തൊരവസ്ഥയിലാണ് ഞാൻ. അപ്പൊ പിന്നെ നീ എന്തു വേണമെന്ന് എനിക്കെങ്ങനെ പറയാൻ കഴിയും മാളു? ഇപ്പൊ ആന്റിക്ക് നിന്നോട് ഒന്നേ പറയാൻ പറ്റൂ, നിന്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്യാ. പിന്നെ എപ്പോഴെങ്കിലും എന്റെ മകനോട് നിനക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ഈ ആന്റിക്ക് വേണ്ടി
നീ അവനോട് ക്ഷമിക്കുക. അറിഞ്ഞോ അറിയാതെയോ അവൻ ചെയ്ത തെറ്റുകൾക്ക് എന്റെ മകന് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ആന്റി അരുത്, എന്നോട് അങ്ങനെയൊന്നും പറയരുത്. ഞാൻ പോവാ ആന്റി. എന്നതാ ഡേസമേ അവള് പറഞ്ഞിട്ട് പോയത്? ഏയ് ഒന്നുമില്ല, അവള് വെറുതെ വന്നതാ. വന്നത് വെറുതെ ആണോന്നേ തിരിച്ചു ചെല്ലുമ്പോ അറിയാം. ഇനി ചിലപ്പോ നിന്റെ പേരിലാവും കേസ് കൊടുക്കുന്നത്. അങ്ങനെയൊന്നുമില്ല അമ്മച്ചി. എന്നതാണേലും കൊള്ളാം. അധികം വിശ്വസിക്കാതിരിക്കുന്നതാ നല്ലത്. നന്ദൻ എന്നെ അന്വേഷിച്ച് പാർലറിൽ പോയിരുന്നോ? ഉവ്വ്. അവിടെ ചെന്നപ്പോഴാ മാഡം വൈകിയേ എത്തുള്ളൂന്ന് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത്. എങ്കിൽ പിന്നെ ഇവിടെ വന്ന് എല്ലാവരെയും കണ്ട് ഒരുമിച്ച് യാത്ര പറയാമെന്ന് കരുതി. അപ്പോനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോ പിന്നെ വിളിക്കാൻ ഒരു മെസ്സേജ് വന്നു. ആളോടെ പോയതാ. ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് കുറച്ചുമുമ്പേ പുറത്തേക്ക് പോയി. എപ്പോ വരുന്നറിയില്ല. സാരമില്ല, എന്തായാലും ഞാൻ പോകുന്നതിന് മുമ്പ് അപ്പോനെ നേരിട്ട് കാണുന്നുണ്ട്. പണിക്കർ സാറിനെ കാണണം. ഇനിയിപ്പോ അങ്ങനെ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വരാം. അപ്പോ നന്ദൻ ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത കാര്യം ഉറപ്പിച്ചോ? ഇപ്പോ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് മാഡം. ഇവിടെ അങ്ങോട്ട് ശരിയാവുന്നില്ല. റിയാലിറ്റിയോട് പൊരുത്തപ്പെടണമെന്ന് എപ്പോഴും മനസ്സിൽ തീരുമാനിക്കും. പക്ഷേ എന്നെ കൊണ്ട് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. വീട്ടിൽ എവിടേക്ക് തിരിഞ്ഞാലും അവളുടെ ഓർമ്മകളാണിപ്പോഴും. എന്നെ വിട്ടു പോയെന്ന് മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിളയെന്ത് പറയുന്നു? അവളുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. കുറച്ചു നാളുകൊണ്ട് അവർ തമ്മിൽ വലിയ കൂട്ടായിരുന്നല്ലോ. പിന്നെ ഇപ്പൊ പരസ്പരം ആശ്വസിപ്പിക്കലാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പണി. അങ്ങനെ ഇരുന്നപ്പോ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് കുറച്ചു നാള് ഈ നാട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കണമെന്ന്. ഡൽഹി ചെന്ന് പ്രാക്ടീസ് തുടരാനാണോ നന്ദന്റെ തീരുമാനം? അതെ. അവിടെ ചില സീനിയേഴ്സുമായിട്ട് കണക്ഷൻസ് ഉണ്ട്. സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒരു കണക്കിന് നന്നായി നന്ദൻ. നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കാന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. എന്നാലും വേദനിക്കുന്ന ഓർമ്മകളെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാനുള്ളൂ എങ്കിൽ കുറച്ചു നാളത്തേക്ക് മാറ്റം നല്ലതാ. ഞങ്ങളും ഇപ്പൊ അങ്ങനെ ഒന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ചില സൂചനകൾ തന്നിരുന്നു. അതുകൊണ്ടാ ഞാൻ മാഡത്തിനോട് അതേപ്പറ്റി കൂടുതലൊന്നും ചോദിക്കായിരുന്നേ. മാളവികയുടെ റിലേഷൻഷിപ്പ് സ്ട്രെയിൻഡ് ആയല്ലേ? അതെ, ആ കുട്ടി ലീഗലി മൂവ് ചെയ്തിരിക്കുക. പക്ഷേ എന്താണ് അതിന് പിന്നിൽ ഉദ്ദേശമെന്ന് വ്യക്തമല്ല. അതിനിടയിൽ അപ്പുവിനെ കണക്ട് ചെയ്ത ചില ഇഷ്യൂസ്. അപ്പു എന്നോടും അതേക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ നിങ്ങൾ ആരും പേടിക്കുന്നത് പോലെ ഒരു റിലേഷൻ അപ്പുവും ആളും തമ്മിലില്ല മാഡം. അതും കൂടി സാറിനെയും മാഡത്തെയും കണ്ട് പറയാനാ ശരിക്കും ഞാൻ വന്നത്. അപ്പുവിന് അങ്ങനെയൊന്നും ഇല്ലെന്ന് ഞങ്ങൾക്കും അറിയാം നന്ദൻ. പക്ഷേ ഞങ്ങളെപ്പോലെ മുരളി അശ്വതിയും കൺവിൻസ്ഡ് ആവുന്നില്ല. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മാഡം വിഷമിക്കണ്ട. ഞാൻ പറയുന്നത് അത് പേടിച്ച് നിങ്ങൾ ഇവിടുന്ന് മാറേണ്ട ആവശ്യമില്ലെന്നാ. ഒക്കെ അറിയാം. പക്ഷേ എല്ലാത്തിലും വലുതാണല്ലോ നന്ദ മനസ്സമാധാനം എന്നുള്ളത്. BP അങ്ങനെയൊന്നും ആലോചിക്കുന്നുണ്ടതേ ഉള്ളൂ. ഒന്നും തീരുമാനമായിട്ടില്ല. നോക്കട്ടെ മാഡം. ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പണിക്കർ സാറിനൊന്ന് കണ്ട് സംസാരിച്ചു നോക്കാം. പറ്റിയ ആ കുട്ടിയുടെ പേരൻസിനെയും കാണാം. അപ്പു ഇനി ലേറ്റ് ആവും തോന്നുന്നു അല്ലേ? നന്ദൻ ഇരിക്ക്, ഞാൻ അപ്പുവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, എന്താ അമ്മ? അപ്പു, നീ ഇതെവിടെയാ? ഞാൻ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ പോവാമ്മേ. എന്താ വിളിച്ചേ? നന്ദൻ എത്തിയിട്ടുണ്ട് ഇവിടെ. നിന്നെ വെയിറ്റ് ചെയ്യാ. ഞാനിപ്പോ തിരിച്ചു വിളിക്കാം. എനിക്ക് കാണാനുള്ള ആള് വെയിറ്റ് ചെയ്യാം. കണ്ടിറങ്ങി ഉടനെ വിളിക്കാം. സാറിനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഓക്കെ അമ്മ. എക്സ്ക്യൂസ് മീ. അപ്പു, കമൻ. ഇരിക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് അപ്പു വിശേഷങ്ങള്? ജീവിതമൊക്കെ ഉഷാറായിട്ട് പോകുന്നില്ലേ? വലിയ തിരക്കേടില്ലാതെ പോന്നു. പിന്നെന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറയാനുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഡോക്ടർ. ഒരു സന്തോഷ വാർത്ത കേട്ടപ്പോ ഡോക്ടറെ നേരിട്ട് വന്ന് കൺഗ്രാറ്റ്സ് ചെയ്യണമെന്ന് തോന്നി. സോറി, എനിക്ക് മനസ്സിലായില്ല.
ഡോക്ടർ ക്യാരിങ് ആണെന്ന് അറിഞ്ഞു. കൺഗ്രാറ്റ്സ്. ആ താങ്ക് യു. അല്ല, ആരാ പറഞ്ഞേ? പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ, സംഗതി സത്യമല്ലേ? ആ, തൽക്കാലം അത് സത്യമാണെന്ന് തന്നെ കൂട്ടിക്കോ. അല്ല, അപ്പൊ ഈ സന്തോഷ വാർത്ത അറിഞ്ഞ സ്ഥിതിക്ക് മാളു ഇത് ഉറപ്പായിട്ടും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇതുവരെ ഇല്ല. പിന്നെ ഡോക്ടർക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ അറിയിക്കാം. മാളുവിനെ മാത്രമല്ല, മാളുവിന്റെ വീട്ടുകാരെയും. എന്താ വേണോ? സി ഡോക്ടർ, ഇതുവരെ നിങ്ങൾ ജോബിന്റെ ലൈഫ് വെച്ച് കളിച്ച തമാശ കളിയൊക്കെ എനിക്കറിയാം. പക്ഷെ അതിലും വലിയൊരു തമാശ കളിക്കാ ഡോക്ടർ എല്ലാ കഥയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മനസ്സിലായി. പക്ഷെ ഇതുപോലെ വിശുദ്ധിയുള്ളൊരു പ്രൊഫഷൻ ഇരുന്നുകൊണ്ട് നെറിയേട് കാണിക്കാൻ ഡോക്ടർ ശ്രമിക്കരുത്. ഹരേ വാ, നിന്റെ എൻട്രി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായപ്പോ ഒന്നുകിൽ ഒരു സാരോപദേശം അല്ലെങ്കിൽ ഒരു ഭീഷണി. രണ്ടിലേതെങ്കിലും ഒന്നിനു വേണ്ടിയാകും നീ അഭിമുഖ സംഭാഷണത്തിന് വേണ്ടി വന്നതെന്ന്. മോനെ അപ്പോ, എന്റെ പ്രൊഫഷനോ എത്തിക്സോ ഒക്കെ അവിടെ ഇരിക്കട്ടെ. തൽക്കാലം നീ അതേ കയറി മാന്തണ്ട. എന്താ നിനക്കിപ്പോ വേണ്ടത്? അത് പറഞ്ഞിട്ടേ വേഗം സ്ഥലം വിടാൻ നോക്ക്. അത് തന്നെ എന്റെ ഉദ്ദേശം. അല്ലാതെ നിങ്ങളെപ്പോലെ ഒരാളുടെ മുമ്പിൽ അധിക നേരം ഇരിക്കാൻ കൂടി എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഡോക്ടർ, നിങ്ങൾ എന്റെ അച്ഛനോട് പറഞ്ഞുണ്ടാക്കിയ ഈ കള്ളക്കഥ വെറുമൊരു ഭാവനാ സൃഷ്ടിയാണെന്ന് തെളിയിക്കാൻ അറിയാഞ്ഞിട്ടൊന്നും അല്ല. അങ്ങനെ ഒരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാ അത് ഡോക്ടർ ജോബിന് മാത്രമല്ല ചീത്തപ്പേരുണ്ടാവുന്നതെന്ന് അലീനയ്ക്ക് മനസ്സിലായ നല്ലത്. ഓ, അപ്പൊ ഭീഷണിയാണ് ബ്രോയുടെ ഉദ്ദേശം. അല്ല, ഞാൻ പറഞ്ഞതൊരു കള്ളക്കഥയാണെന്ന് നിനക്കെങ്ങനെ അറിയാപ്പോ? നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നോ? നീ ഇത് പോയി നിന്റെ സ്വീറ്റ് ഹാർട്ട് മാളൂനോടൊന്ന് പറഞ്ഞു നോക്ക്. അവളിത് വിശ്വസിക്കും. കാരണം ജോബിൻ ഞാൻ എടുത്ത വീട്ടില് എന്റെ ഒപ്പം കഴിയുന്നത് അവൾ അവളുടെ കണ്ണുകൊണ്ട് കണ്ട് തൃപ്തി അടഞ്ഞ ദിവസങ്ങളുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നീ പോയി ചോദിച്ചു നോക്ക് നിന്റെ കൂട്ടുകാരിയോട്. നിങ്ങൾ ഇതല്ല, ഇതിനപ്പുറം പറഞ്ഞ് ജയിക്കാൻ കഴിവുള്ളവരാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്തിനു വേണ്ടി അതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ ഇനി എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞ് ജോബിനെയും മാളുവിനെയും തമ്മിൽ പിരിച്ചാലും ജോബിന് ഒരിക്കലും നിങ്ങളുടേതാവില്ല. അയാൾ അത് ആഗ്രഹിക്കുന്നില്ല. അത്രയ്ക്ക് വെറുപ്പാ നിങ്ങളെ. അതെനിക്കറിയാം. പക്ഷെ മോനെ അപ്പുക്കുട്ട, ആ വെറുപ്പൊക്കെ മുന്തിരി നീര് പോലെ മധുരിക്കുന്ന ഇഷ്ടമാക്കാൻ ഈ അലീന വിചാരിച്ച നിഷ്പ്രയാസം നടക്കും. അടയും ചക്കരയും പോലെ ഇരുന്ന ജോബിനെയും മാളുവിനെയും ഈ രീതിയിലാക്കാമെങ്കിൽ എനിക്ക് അയാളുടെ വെറുപ്പിനെ സ്നേഹമാക്കി മാറ്റാൻ 24 മണിക്കൂർ തികച്ചു വേണ്ട. എന്നാലും നിങ്ങൾ ഈ നെറുകയിൽ നിന്ന് പിന്മാറില്ലെന്നാണോ? പിന്മാറണമെന്ന് നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പിന്മാറാം. പക്ഷെ അപ്പു, എന്നാലും അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എന്ത് പ്രശ്നം? അല്ല, ഡോക്ടറുടെ ലൈഫിൽ നിന്ന് ഞാൻ പിന്മാറിയത് കൊണ്ട് ജോബിന് മാളും ഒന്നിക്കില്ലല്ലോ. ഒന്നിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ആ ഉറപ്പ് എനിക്കില്ല. പിന്നെ ഡോക്ടറിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പിന്മാറുന്ന പോലെ മാളുവിന്റെ ജീവിതത്തിൽ നിന്ന് നീയും പിന്മാറണം. ഒരുമിച്ച് ജനിച്ച് ഒരു പാത്രത്തിൽ ഉണ്ടെന്നും ഒരു പായൽ ഉറങ്ങിന്നൊക്കെയുള്ള സെന്റിമെന്റ്സ് പറഞ്ഞ് കാലം കുറെ ആയില്ലേ മോനെ നീ അവളുടെ ചൂടും ചൂരും പറ്റി ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അതെ, ആ കളിയങ്ങ് അവസാനിപ്പിച്ചേക്കെ. ഇപ്പൊ നീ പഴയ പോലെ പെൺകുട്ടിയൊന്നും അല്ലല്ലോ, ലക്ഷണമൊത്തൊരു പുരുഷനല്ലേ. പഴയ അവകാശവും പറഞ്ഞ് ഇനി നീ ഇങ്ങനെ അവളോട് ഒട്ടി നടന്നാലേ അതെന്റെ ജോബിന് ഇഷ്ടപ്പെടില്ല. സോ ആദ്യം മാളുവിന്റെ ജീവിതത്തിൽ നിന്ന് പിന്മാറേണ്ടത് നീയാ. എന്നിട്ട് ജോബിനെ നന്നാക്കി നീ അവൾക്ക് കൊടുക്കാൻ നോക്ക്. എന്താ പറ്റുവോ? അതല്ല, ഒരു വെൽവിഷറിന്റെ റോളില് നീ വീണ്ടും ജോബിനെ മാളുവിനെ ഒന്നിപ്പിച്ച് അവരുടെ ജീവിതത്തിൽ പറ്റിച്ചേർന്നിങ്ങനെ നടക്കാനാ നിന്റെ ഉദ്ദേശമെങ്കിലേ അത് നടക്കില്ല. പോ, നടത്തില്ല അലീന. ഹലോ, ഞാൻ ഡോക്ടർ അലീനയാ. എത്രയും പെട്ടെന്ന് എന്റെ ക്യാബിനിലേക്ക് വരൂ. ഇറ്റ്സ് അർജന്റ്. മതി, എനിക്ക് ഇത്രയും മതി. ബാക്കി വരുന്നവരെ ചെയ്തോളൂ. അപ്പു ഇതുവരെ വിളിച്ചില്ലല്ലോ മാഡം. ആരെയോ കാണാൻ കയറിയെന്നല്ലേ പറഞ്ഞത്. ചിലപ്പോ അവിടെ തിരക്കിലായിട്ടുണ്ടാവും. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മാഡം. അപ്പു വിളിക്കുമ്പോൾ ഞാൻ കാര്യം പറഞ്ഞോളാം. അത് മാത്രമല്ല, പോകുന്നതിന് മുമ്പ് എനിക്ക് അപ്പുവിനെ കണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏൽപ്പിക്കാനുണ്ട്. അതിനുമുമ്പ് സമയം കിട്ടുകയാണെങ്കിൽ ഒരിക്കൽ കൂടെ നന്ദൻ ഇങ്ങോട്ട് വരണം. VPക്കും കാണാമല്ലോ. നോക്കട്ടെ മാഡം, ഉറപ്പായി ഞാൻ ശ്രമിക്കാം.
പറ്റുമെങ്കിൽ നിലയെ കൂടെ കൊണ്ടുവരണം. നന്ദൻ പോയി കഴിഞ്ഞാ ആ കുട്ടി അടുത്തെങ്ങും കാണാൻ പറ്റില്ലല്ലോ. നോക്കട്ടെ. ദേ അപ്പു വിളിക്കുന്നു. ഹലോ അപ്പു, താനിത് എവിടെയാടോ? സർ സർ ഇപ്പൊ വീട്ടിലുണ്ടോ? അതെ അപ്പു, ഞാൻ ഇറങ്ങാൻ തുടങ്ങാം. എവിടെയാ? സർ ഞാനൊരു ട്രാപ്പിൽ പെട്ടിരിക്കുക. ട്രാപ്പോ? എന്താ അപ്പു, എന്താ പറ്റിയേ? സർ ഞാൻ ഡോക്ടർ അലീനെ കാണാൻ വേണ്ടിയാ പോയത്. അവിടെ വെച്ചൊരു ക്ലാഷ് ഉണ്ടായി. അതിന്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുക. ഞാനിപ്പോ ഫോർട്ട് സ്റ്റേഷനിലാ. സാറ് പറ്റുമെങ്കിൽ ഒന്ന് വരണം. ഓക്കെ ഓക്കെ, ഞാൻ ഉടനെ എത്താം. താൻ പേടിക്കണ്ട. എന്താ നന്ദൻ, അപ്പു എന്തിനാ വിളിച്ചത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാഡം പാനിക്കാവണ്ട, ചെറിയൊരു പ്രശ്നമുണ്ട്. അയ്യോ, എന്താ നന്ദൻ? അപ്പു ഡോക്ടർ അലീനെ കാണാൻ വേണ്ടിയാണ് അത്രേ പോയത്. അവിടെ വെച്ച് അവർ തമ്മിൽ എന്ത് ഇഷ്യൂ ഉണ്ടായി. അപ്പു അവരെ തല്ലുകയോ മറ്റോ ചെയ്തു. അങ്ങനെ അത് പോലീസ് കേസായിരിക്കുക. ഈശ്വര, എന്താ ഇപ്പൊ ചെയ്യുക നന്ദൻ? മാഡം വിഷമിക്കണ്ട, ഞാൻ ഉടനെ സ്റ്റേഷനിലേക്ക് പോവാം. വേണ്ടേ ചെയ്തോളാം. മാഡം വിഷമിക്കാതിരിക്കേ, നമുക്ക് വേണ്ട ചെയ്യാവുന്നേ. ഞാൻ VP ഒന്ന് വിളിച്ച് വിവരം പറയട്ടെ. ശരി, ഫോർട്ട് സ്റ്റേഷനിൽ എത്താൻ പറയൂ സാറിനോട്. ഞാൻ അങ്ങോട്ട് പോവാ. ആ. ഹലോ സാർ. ആ നന്ദൻ, എന്തായി? താൻ എവിടെയാ? ഞാനിവിടെ സ്റ്റേഷനിലെത്തി സാർ. അപ്പുനെ കണ്ടോ? കണ്ടു. ഡീറ്റെയിൽ ആയിട്ടൊന്നും സംസാരിച്ചില്ല. സിയോട് ഞാൻ കേസിന്റെ വിശദാംശങ്ങൾ ചോദിക്കായിരുന്നു. സാർ എവിടെയാ? ഞാൻ ഓൺ ദ വേ ആണ് നന്ദൻ. ഒരു 5 മിനിറ്റ് അങ്ങ് എത്തും. നന്ദൻ, അപ്പു സേഫ് ആണല്ലോ? അപ്പു സേഫാണ് സാർ, കുഴപ്പമൊന്നുമില്ല. സാറ് പാനിക്കാവണ്ട. കേസ് ചാർജ് ചെയ്തോ? ഞാൻ ഡീറ്റെയിൽസ് സംസാരിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ സാർ. സാറ് വന്നാൽ മതി. ഓക്കെ ഓക്കെ, ഞാനിത് എത്തി. സാർ. എന്താ സാർ, ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന അപ്പുവിൻ്റെ ഫാദറാ. എനിക്ക് CA സാറിനൊന്ന് കാണാൻ പറ്റുമോ? വെയിറ്റ് ചെയ്യൂ. ആ സാർ എത്തിയോ? എന്തായി? CA സാർ എന്ത് പറഞ്ഞു? പണിക്കർ സാറ് ടെൻഷൻ ആവണ്ട. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും അല്പം സീരിയസ് ആണ്. നന്ദൻ അപ്പുവിനോട് സംസാരിച്ചിരുന്നു? സംസാരിച്ചിരുന്നു. ഒരു കാര്യം ചെയ്യ്, സാറ് വരൂ, നമുക്ക് CA സാറിനെ കണ്ട് സംസാരിക്കാം. വാ. ഞാൻ പറഞ്ഞല്ലോ മിസ്റ്റർ വിജയ് പണിക്കർ, തന്റെ ഡ്യൂട്ടി ടൈമിൽ ക്യാബിനിൽ വന്നു കയറി മനഃപൂർവ്വം തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്ന് അലീന തന്നിരിക്കുന്ന പരാതി. പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത് ശരിയാണോന്ന് ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. ഡ്യൂട്ടി സമയം കഴിഞ്ഞിരുന്നുവെന്ന് CCTV ഫുട്ടേജിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ ഈ പറയുന്നത് പോലെ ആ കുട്ടി മനഃപൂർവ്വം ആക്രമിക്കുകയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ സാർ, സാറ് ബ്രീഫ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അപ്പുവിനെ വിളിച്ചു വരുത്തി മനഃപൂർവ്വം ആ ഡോക്ടറെ ട്രാപ്പ് ചെയ്യായിരുന്നു എന്ന് വേണം കരുതാൻ. എന്താണ് ആക്ച്വലി നടന്നതെന്ന് CCTV ഫുട്ടേജ് കാണുമ്പോൾ സാറിന് മനസ്സിലാവുമല്ലോ. യെസ്. ഈ പരാതിക്കാരി പറയുന്നത് പോലെ പ്രതി അത്ര വയലന്റ് ആയിട്ടൊന്നുമല്ല പെരുമാറിയത്. രണ്ടുപേരും തമ്മിൽ പ്രകോപനപരമായി സംസാരം ഉണ്ടായി. അപ്പൊ ഈ കുട്ടി ചാടിക്കേറി ഡോക്ടറുടെ കോട്ട് പിടിക്കുകയായിരുന്നു. പക്ഷെ പ്രശ്നം അതല്ല. ഇപ്പൊ ഹോസ്പിറ്റലിനും ഡോക്ടേഴ്സിനും അതിക്രമങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തില് അവർക്കെതിരെയുള്ള നടപടി വളരെ കർശനമാക്കിയിരിക്കുക. പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ അത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. മാത്രമല്ല, കുറ്റം തെളിയിക്കപ്പെട്ടാൽ 7 വർഷം വരെ ശിക്ഷയും കിട്ടും. അറിയാലോ വക്കീലിന്.